Criteria for safe design of earth dam. Earth damന്റെ safe design വേണ്ടിയുള്ള criteria എന്താണെന്ന് നോക്കാം. First one is the embankment must be safe against overtopping during occurrence of inflow design flood by the provision of sufficient spillway and outlet works capacity. എന്താണ് first point? The embankment must be safe against overtopping during occurrence of the inflow design flood. ഇൻഫ്ലോ ഡിസൈൻ ഫ്ലഡ് വരുന്ന സമയത്ത് എംബാങ്ക്മെന്റിൽ ഓവർ ടോപ്പിംഗ് ഉണ്ടാവാൻ പാടില്ല. എംബാങ്ക്മെന്റ് മസ്റ്റ് ബി സേഫ് അഗൈൻസ്റ്റ് ഓവർ ടോപ്പിംഗ്. അപ്പൊ ഇൻഫ്ലോ ഡിസൈൻ ഫ്ലഡ് വരുമ്പോൾ എംബാങ്ക്മെന്റ് ഓവർ ടോപ്പ് ചെയ്യാതെ നോക്കണം. അതിന് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? ബൈ പ്രൊവൈഡിങ് സഫീഷ്യന്റ് സ്പിൽവേ ആൻഡ് ഔട്ട്ലെറ്റ് വർക്ക് കപ്പാസിറ്റി. അപ്പൊ സൂട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ സഫീഷ്യന്റ് സ്പിൽവേയും ഔട്ട്ലെറ്റ് വർക്ക് കപ്പാസിറ്റിയും പ്രൊവൈഡ് ചെയ്ത് എംബാങ്ക്മെന്റിന് ഓവർ ടോപ്പിംഗ് വരാതെ നോക്കണം. Design inflow when inflow design flood occurs. Inflow design flood എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് വരാവുന്ന മാക്സിമം ഫ്ലഡിന്റെ വാല്യൂ ആണ് ഇൻഫ്ലോ ഡിസൈൻ ഫ്ലഡ്. അപ്പൊ അത്രയും വലിയ ഫ്ലഡ് വരുമ്പോൾ എംബാങ്ക്മെന്റ് ഓവർ ടോപ്പ് ചെയ്യാതെ സേഫ് ആയിട്ടിരിക്കണം. അപ്പൊ അത് ഓവർ ടോപ്പ് ചെയ്യാതെ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി സഫീഷ്യന്റ് സ്പിൽവേ അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് വർക്ക് കപ്പാസിറ്റി നമുക്ക് കൊടുക്കാം. So the first criteria for safe design of earth dam is embankment must be safe against overtopping. Embankment must be safe against overtopping during inflow design flood. എങ്ങനെയാണ് അത് സേഫ് ആയിരിക്കുന്നത്? ബൈ പ്രൊവൈഡിങ് സഫീഷ്യന്റ് സ്പിൽവേ ആൻഡ് ഔട്ട്ലെറ്റ് വർക്ക് കപ്പാസിറ്റി. ബൈ പ്രൊവൈഡിങ് spillway and sufficient outlet work capacity. Now, second criteria is the dam must have sufficient freeboard so that it is not overtopped by wave action. Wave action കൊണ്ട് ഓവർടോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഡാം ഷുഡ് ഹാവ് സഫീഷ്യന്റ് ഫ്രീബോർഡ്. സെക്കൻഡ് ഇസ് ഡാം ഷുഡ് ഹാവ് സഫീഷ്യന്റ് ഇപ്പൊ വേവ് ആക്ഷൻ കാരണം ഓവർടോപ്പിംഗ് ഉണ്ടാവാതിരിക്കാൻ ഡാമിന് നമ്മൾ സഫീഷ്യന്റ് ഫ്രീ ബോർഡ് പ്രൊവൈഡ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഫ്രീ ബോർഡ് പ്രൊവൈഡ് ചെയ്യണം. Third criteria is the seepage line should be well within the downstream phase so that no sloughing of slopes take place. Seepage line downstream phase ന്റെ അകത്തായിരിക്കണം, നല്ല അകത്തായിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്ലോപ്സിന്റെ സ്ലവിങ് സംഭവിക്കും. ഈ നമ്മള് ഫീൽഡില് പ്ലവിംഗ് എന്ന് പറയത്തില്ലേ, അതായത് ഫാമില് പ്ലവിംഗ് ചെയ്യല്, ഉഴുതു മറിക്കുക, അതുപോലത്തെ ഒരു സംഭവമാണ് ഈ സ്ലവിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ സ്ലോപ്പില് സ്ലവിംഗ് ഉണ്ടാവാതിരിക്കാൻ സീപ്പേജ് ലൈൻ ഡൗൺസ്ട്രീം ഫേസിന് വളരെ അകത്തായിരിക്കണം. The seepage line should be well within downstream phase. Seepage line should be well within downstream phase. Now, fourth criteria is seepage flow through embankment, foundation and abutment must be controlled by suitable design provisions so that no internal erosion takes place. Internal erosion വരാത്ത വിധത്തില് embankment foundationലും അപ്പാർട്ട്മെന്റ്സിലും കൂടെയുള്ള സീപ്പേജിനെ നമ്മൾ സൂട്ടബിൾ ഡിസൈൻ പ്രൊവിഷൻ കൊടുത്ത് കൺട്രോൾ ചെയ്യണം. So we must control the seepage flow through embankment, foundation and abutment so that
no internal erosion takes place. അപ്പോൾ internal erosion വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഡിസൈൻ സൂട്ടബിൾ ഡിസൈൻ പ്രൊവിഷൻ നമ്മൾ കൊടുക്കണം. സോ ദാറ്റ് എംബാങ്ക്മെന്റ് ഫൗണ്ടേഷനിലും അബട്ട്മെന്റിലും കൂടെയുള്ള സീപ്പേജിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഈ എംബാങ്ക്മെന്റ് ഫൗണ്ടേഷനിലും അബട്ട്മെന്റിലൂടെയുള്ള സീപ്പേജിനെ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്റേണൽ എറോഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ വരാതെ നോക്കണം. അതിനായിട്ട് സൂട്ടബിൾ ഡിസൈൻ പ്രൊവിഷൻ നമ്മൾ എടുക്കണം. So seepage flow through embankment foundation and abutment must be controlled. Seepage flow through embankment foundation and abutment must be controlled. അപ്പോൾ എംബാങ്ക്മെന്റ് ഫൗണ്ടേഷനിലൂടെയും അബട്ട്മെന്റ്സിലൂടെയും സീപ്പേജ് ഫ്ലോയെ നമ്മൾ കൺട്രോൾ ചെയ്യണം. എങ്ങനെ കൺട്രോൾ ചെയ്യാം? ബൈ സ്യൂട്ടബിൾ ഡിസൈൻ പ്രൊവിഷൻ സോ ദാറ്റ് നോ ഇന്റേണൽ ഇറോഷൻ ടേക്സ് പ്ലേസ്. Fifth point is there should be no opportunity for free passage of water from upstream to downstream either through the dam or foundation. There should not be free passage of water from upstream to downstream. അതായത് അപ്സ്ട്രീമിൽ നിന്നും ഡൗൺ സ്ട്രീമിലോട്ട് വാട്ടർ ഒരിക്കലും ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പാടില്ല. അത് ഡാമിലൂടെയോ ഫൗണ്ടേഷനിലൂടെയോ ആയിരിക്കട്ടെ, വാട്ടർ ഒരിക്കലും ഡാമിലൂടെയോ ഫൗണ്ടേഷനിലൂടെയോ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലോട്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് ദ fifth criteria. There should be no opportunity for the free passage of water from upstream to downstream either through the dam or foundation. ഡാമിലൂടെയോ ഫൗണ്ടേഷനിലൂടെയോ വാട്ടർ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലോട്ട് ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ പാടില്ല. Now, next criteria, that is sixth one. Sixth criteria is portion of downstream of the impervious core should be properly drained. Downstream of the impervious core should be properly drained. Downstream of impervious core should be properly drained. Downstream impervious core inde downstreamiലുള്ള പോർഷനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡ്രെയിൻ ചെയ്യണം. Now, seventh criteria is upstream and downstream slope should be designed that they are safe during and immediately after construction. അപ്പോൾ എന്താണ് അപ്സ്ട്രീം സ്ലോപ്പും ഡൗൺസ്ട്രീം സ്ലോപ്പും ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തും കൺസ്ട്രക്ട് ചെയ്ത ഉടനെ അത് സേഫ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ അതനുസരിച്ച് വേണം upstream and downstream slope-നെ ഡിസൈൻ ചെയ്യാൻ. The upstream and downstream slopes should be safe during and immediately after construction. During and immediately after construction. കൺസ്ട്രക്ട് ചെയ്യുന്ന സമയവും കൺസ്ട്രക്ട് ചെയ്ത ഉടനെയും അപ്സ്ട്രീം സ്ലോപ്പും ഡൗൺസ്ട്രീം സ്ലോപ്പും സേഫ് ആയിരിക്കണം. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. Eighth one is downstream slope should be so designed that it is safe during steady seepage case under full reservoir condition. Full reservoir conditionൽ
സ്റ്റഡി സീപ്പേജ് ഉണ്ടാകുമ്പോൾ ഡൗൺ സ്ട്രീം സ്ലോപ്പ് സേഫ് ആയിരിക്കണം. അപ്പൊ അതനുസരിച്ച് വേണം ഡൗൺ സ്ട്രീം സ്ലോപ്പിനെ ഡിസൈൻ ചെയ്യാൻ. അപ്പൊ പോയിന്റ് എന്താണ്? ഡൗൺ സ്ട്രീം സ്ലോപ്പ് ഷുഡ് ബി സോ ഡിസൈൻ ദാറ്റ് ഇറ്റ് ഇസ് സേഫ് ഡ്യൂറിംഗ് സ്റ്റഡി സീപ്പേജ് കേസ് അണ്ടർ full reservoir condition. So under full reservoir condition, downstream slope should be safe downstream during steady seepage. ഫുൾ റിസർവോയർ കണ്ടീഷനിൽ സ്റ്റഡി സീപ്പേജ് ഉണ്ടാകുമ്പോൾ ഡൗൺ സ്ട്രീം സ്ലോപ്പ് സേഫ് ആയിരിക്കണം. നെക്സ്റ്റ് ക്രൈറ്റീരിയ ഇസ് അപ്സ്ട്രീം സ്ലോപ്പ് ഷുഡ് ബി സ്റ്റേബിൾ ഡ്യൂറിംഗ് റാപ്പിഡ് ഡ്രോ ഡൗൺ. അപ്സ്ട്രീം സ്ലോപ്പ് ഷുഡ് ബി സേഫ് ഡ്യൂറിംഗ് rapid drawdown. റാപ്പിഡ് ഡ്രോഡൗൺ ഉണ്ടാകുന്ന സമയത്ത് അപ്സ്ട്രീം സ്ലോപ്പ് സേഫ് ആയിരിക്കണം. And the last criteria is the dam as a whole should be earthquake resistant. Dam should be earthquake resistant. Dam should be earthquake resistant. So these are the 10 criteria for safe design of earth dam. First is the embankment must be safe against overtopping during occurrence of inflow design flood by the provision of sufficient spillway and outlet works capacity. Second criteria is the dam must have sufficient freeboard so that it is not overtopped by wave action. Third is the seepage line should be well within the downstream phase so that no sloughing of the slopes takes place. Fourth criteria, seepage flow through the embankment foundation and abutments must be controlled by suitable design provision so that no internal erosion takes place. Fifth criteria, there should be no opportunity for the free passage of water from upstream to downstream either through the dam or foundation. The portion of the downstream of the impervious core should be properly drained. The portion of the downstream of the impervious core should be properly drained. That is the sixth criteria. Seventh criteria is the upstream and downstream slopes should be designed that they are safe during and immediately after construction. Upstream and downstream slopes should be safe during and immediately after construction. Eighth criteria is the downstream slope should be so designed that it is safe during steady seepage case under full reservoir condition. The downstream slope should be so designed that it is safe during steady seepage case under full reservoir condition. Now, ninth criteria, the upstream slope should be stable during rapid drawdown condition. The upstream slope should be safe during rapid drawdown condition. 10th criteria is the dam as a whole should be earthquake resistant. So these are the 10 criteria for safe design of earth dam. This is an important section ആണ് criteria for safe design of earth dam. Causes of failure of earth dam. There are broadly 4 different causes or 4 different failures of earth dam. Earth dam in 4 different failure modes ഉണ്ട്. First one is hydraulic failure. Hydraulic failures %35 of the failure of earth dam is due to hydraulic
ഫെയിലിയേഴ്സ്. ടോട്ടൽ ഫെയിലിയേഴ്സിന്റെ 35% എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഫെയിലിയേഴ്സ് ആയിരിക്കും. ഹൈഡ്രോളിക് ഫെയിലിയേഴ്സിൽ ഫസ്റ്റ് വൺ ഇസ് overtopping. First one is overtopping. The earth dam may get overtopped if the design flood is underestimated or if spillway is of insufficient capacity. അപ്പോൾ overtopping എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മൾ എർത്ത് ഡാമിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസൈൻ ഫ്ലഡിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുവാണെങ്കിൽ ഡാം ഓവർടോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. So dam overtops if design flood is underestimated. Design flood is underestimated എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളൊരു ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈൻ ഫ്ലഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുക. അതായത് ഇത്രയായിരിക്കും അതിൽ വരാവുന്ന മാക്സിമം ഫ്ലഡ്. നമ്മൾ എടുക്കുന്ന ഡിസൈൻ ഫ്ലഡിന്റെ വാല്യൂ കുറഞ്ഞു പോവുകയാണെങ്കിൽ, അതുകൊണ്ടാണ് അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഡിസൈൻ ഫ്ലഡ് വാല്യൂ കുറഞ്ഞു പോവുകയാണെങ്കിൽ ഡാം ഓവർടോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓവർടോപ്പിംഗ് occurs if ഡിസൈൻ ഫ്ലഡ് is underestimated. പിന്നെ വേറൊരു കാരണം എന്താണ്? ഒന്ന് ഡിസൈൻ ഫ്ലഡ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതും സെക്കൻഡ് is if spillway is of insufficient capacity. If spillway is of insufficient capacity. അപ്പോൾ ഓവർടോപ്പിംഗ് ഉണ്ടാവാനുള്ള രണ്ട് കാരണങ്ങളിൽ ഒന്ന് നമ്മൾ ഡിസൈൻ ഫ്ലഡിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്പിൽവേക്ക് ആവശ്യത്തിനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിലോ ആണ് എന്ത് ഓവർടോപ്പിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. Then insufficient freeboard or settlement of foundation and embankment may also lead to overtopping. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ബോർഡ് സഫീഷ്യന്റ് അല്ലെങ്കിലും ഓവർടോപ്പിംഗ് ഉണ്ടാകും. കാരണം ഡിസൈൻ ക്രൈറ്റീരിയയിൽ പറയുന്നുണ്ടായിരുന്നു സഫീഷ്യന്റ് ഫ്രീ ബോർഡ് കൊടുക്കണം, അല്ലെങ്കിൽ വേവ് ആക്ഷൻ വഴി ഓവർടോപ്പിംഗ് സംഭവിക്കാം. ഇഫ് ഫ്രീ ബോർഡ് is insufficient, നമ്മൾ കൊടുക്കുന്ന ഫ്രീ ബോർഡ് പോരാ എന്നുണ്ടെങ്കിൽ, ഇൻസഫീഷ്യന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഓവർടോപ്പിംഗ് ഉണ്ടാകാനുള്ള വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ ആൻഡ് എംബാങ്ക്മെന്റ്. Settlement of foundation and embankment. So there are 4 reasons for overtopping of an earth dam. First one is if the design flood is underestimated. Second, if the spillway is of insufficient capacity. If the freeboard is insufficient. And the last is സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ ആൻഡ് എംബാങ്ക്മെന്റ്. അപ്പൊ ഈ 4 കാരണത്തിൽ ഏതെങ്കിലും ഒന്ന് കാരണം എന്താണ് ഡാമിന് ഓവർടോപ്പിംഗ് സംഭവിക്കാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഹൈഡ്രോളിക് ഫെയിലിയർ, ഓവർടോപ്പിംഗ്. നൗ സെക്കൻഡ് വൺ ഇസ് വേവ് ഇറോഷൻ. Second one is wave erosion. The effect of wave is to notch out earth from upstream slope in the absence of proper slope protection in the form of riprap. Rollers are developed in the waves which try to scoop out the earth. Waves can also cause upstream slips. അപ്പോൾ വേവ് ഇറോഷൻ എന്താണ്? വേവ് ഇറോഷൻ എന്ന് പറയുന്ന ഫെയിലിയർ ഈ വേവ് ഉണ്ടാവുമ്പോൾ, അതായത് ഡാമിനകത്ത് വേവ് ഉണ്ടാവുമ്പോൾ അത് ഉണ്ടാവുന്ന ഭാഗത്തെ എർത്തിനെ നോച്ച് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നോച്ച് ഔട്ട് ചെയ്യും ഫ്രം ദി അപ്സ്ട്രീം സ്ലോപ്പ് ഇഫ് നോ പ്രോപ്പർ സ്ലോപ്പ് പ്രൊട്ടക്ഷൻ ഇൻ ദ ഫോം ഓഫ് റിപ്രാപ്പ് ഇസ് പ്രൊവൈഡഡ്. ഇപ്പോൾ ഡാമില് വേവ് ഉണ്ടാവുമ്പോൾ അപ്സ്ട്രീം സ്ലോപ്പിൽ എർത്തിനെ നോച്ച് ഔട്ട് ചെയ്യും. ഈ വേവ് വന്ന് അപ്സ്ട്രീം സ്ലോപ്പിൽ എർത്തിനെ നോച്ച് ഔട്ട് ചെയ്യും. അതിനു വേണ്ടി നമ്മൾ അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? റിപ്രാപ്പിന്റെ ഫോമിൽ സ്ലോപ്പ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പം ഈ സ്ലോപ്പ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാത്ത കേസിലാണ് അപ്സ്ട്രീം സ്ലോപ്പിനെ നോച്ച് ഔട്ട് ചെയ്യുന്നത് വേവ് ഉണ്ടാവുമ്പോൾ. ഓക്കെ, സോ വേവ് ഇറോഷൻ മീൻസ് ദി ഇഫക്റ്റ് ഓഫ് വേവ് ഇസ് ടു നോച്ച് ഔട്ട് എർത്ത് ഫ്രം ദി അപ്സ്ട്രീം സ്ലോപ്പ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പ്രോപ്പർ slope protection in the form of riprap.
ഇപ്പോൾ വേവ്സ് ഉണ്ടാകുമ്പോൾ റോളേഴ്സ് ആർ ഡെവലപ്ഡ്. വേവ്സ് ഉണ്ടാകുമ്പോൾ റോളേഴ്സ് ആർ ഡെവലപ്ഡ് വിച്ച് ട്രൈ ടു സ്കൂപ്പ് ഔട്ട് ദി എർത്ത്. വേവ്സ് ക്യാൻ ഓൾസോ കോസ് അപ്സ്ട്രീം സ്ലിപ്പ്. അപ്പോൾ ഈ വേവ്സ് ഉണ്ടാകുന്നതിന്റെ കൂടെ റോളേഴ്സ് ഉണ്ടാകുന്നതുകൊണ്ടാണ് എർത്തിനെ സ്കൂപ്പ് ഔട്ട് ചെയ്യുന്നതും. അതുപോലെ തന്നെ വേവ്സ് ഉണ്ടായാൽ അപ്സ്ട്രീം സ്ലിപ്സ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. In the absence of upstream slope protection, waves notch out the earth from upstream slope. നമ്മൾ റിപ്രാപ്പിന്റെ രൂപത്തിലുള്ള അപ്സ്ട്രീം സ്ലോപ്പ് പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വേവ്സ് എന്ത് ചെയ്യും? അപ്സ്ട്രീം സ്ലോപ്പിൽ നിന്നും അതിനെ നോച്ച് ഔട്ട് ചെയ്യും. റോളേഴ്സ് ഡെവലപ്ഡ് ഇൻ ദ വേവ്സ് ട്രൈ ടു സ്കൂപ്പ് ഔട്ട് എർത്ത്. റോളേഴ്സ് developed in the wave scoop out earth. പിന്നെ പറയുന്നത് എന്താ? waves can also cause upstream slip. waves can also cause upstream slips. ഇതാണ് വേവ് ഇറോഷൻ. അപ്പോൾ വേവ് ഉണ്ടായാൽ എന്താണ്? അപ്സ്ട്രീം സ്ലോപ്പിൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ വേവ് ഉണ്ടാകുമ്പോൾ അതിനെ നോച്ച് ഔട്ട് ചെയ്യും അപ്സ്ട്രീം സ്ലോപ്പിൽ നിന്ന്. അതെന്തുകൊണ്ടാണ്? വേവ്സിനകത്തുള്ള റോളേഴ്സ് ആണ് അതിനെ സ്കൂപ്പ് ഔട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല അപ്സ്ട്രീം സ്ലിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വേവ്സ് ഉണ്ടാകുമ്പോൾ. ദിസ് ഇസ് ദ സെക്കൻഡ് ഹൈഡ്രോളിക് ഫെയിലിയർ, വേവ് ഇറോഷൻ. Now third one is toe erosion. Third hydraulic failure is toe erosion. It may occur due to erosion by tailwater and erosion due to cross currents that may come from spillway buckets or from exit areas of outlets. ടെയിൽ വാട്ടർ കൊണ്ടുള്ള ഇറോഷൻ അല്ലെങ്കിൽ സ്പിൽവേ ബക്കറ്റ്സിലോ ഔട്ട്ലെറ്റിന്റെ എക്സിറ്റ് ഏരിയയിലോ ഉള്ള ക്രോസ് കറന്റ്സ് കൊണ്ടുണ്ടാകുന്ന ഇറോഷൻ, അതുകൊണ്ടാണ് ടോ ഇറോഷൻ ഉണ്ടാകുന്നത്. ആൻഡ് ടോ ഇറോഷൻ ക്യാൻ ബി അവോയ്ഡഡ് ബൈ പ്രൊവൈഡിംഗ് തിക്ക് റിപ്രാപ്പ് ഓൺ ഡൗൺ സ്ട്രീം സ്ലോപ്പ് അപ് ടു എ ഹൈറ്റ് സ്ലൈറ്റ്ലി അബവ് ടെയിൽ വാട്ടർ ലെവൽ. അപ്പൊ നമുക്ക് ടോ ഇറോഷൻ പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെയിൽ വാട്ടറിനെക്കാളും ശകലം കൂടെ അധികം ഹൈറ്റിൽ നമ്മൾ തിക്ക് റിപ്രാപ്പ് പ്രൊവൈഡ് ചെയ്യണം. ഡൗൺ സ്ട്രീം സ്ലോപ്പിൽ തിക്ക് റിപ്രാപ്പ് പ്രൊവൈഡ് ചെയ്യണം ഫോർ എ ഹൈറ്റ് സ്ലൈറ്റ്ലി അബവ് ടെയിൽ വാട്ടർ. Then diaphragm walls of sufficient length and height should be provided to check cross flow towards earth dam. Earth ഡാമിലോട്ടുള്ള ക്രോസ് ഫ്ലോയെ ചെക്ക് ചെയ്യാൻ വേണ്ടി സഫീഷ്യന്റ് ലെങ്ത്തും ഹൈറ്റും ഉള്ള ഡയഫ്രം വാൾസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ടോ ഇറോഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? Toe erosion may occur due to erosion by tailwater and erosion due to cross currents. Tailwater കൊണ്ടുള്ള ഇറോഷനോ അല്ലെങ്കിൽ സ്പിൽവേ ബക്കറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് ഏരിയയിൽ നിന്നുള്ള എക്സിറ്റിൽ വരുന്ന ക്രോസ് കറന്റ്സ് ഉണ്ട്. ആ ക്രോസ് കറന്റ്സ് കാരണമാണ് എന്തുണ്ടാകുന്നത്? ആ ക്രോസ് കറന്റ്സ് കൊണ്ടുള്ള ഇറോഷനോ അല്ലെങ്കിൽ ടെയിൽ വാട്ടർ കൊണ്ടുള്ള ഇറോഷൻ കാരണമാണ് ടോ ഇറോഷൻ സംഭവിക്കുന്നത്. ടോ ഇറോഷൻ എന്ന് പറഞ്ഞാൽ ഡാമിന്റെ ടോയിൽ ഇറോഷൻ. അപ്പൊ ഇത് പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് രണ്ട് മാർഗമുണ്ട്. അതായത് ടോ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ ഫസ്റ്റ് മെത്തേഡ് യു ക്യാൻ പ്രൊവൈഡ് തിക്ക് റിപ്രാപ്പ് അപ് ടു എ ഹൈറ്റ് സ്ലൈറ്റ്ലി അബവ് ടെയിൽ വാട്ടർ. ടെയിൽ വാട്ടർ ലെവലിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റിൽ നമ്മൾ തിക്ക് റിപ്രാപ്പ് ഡൗൺ സ്ട്രീം സ്ലോപ്പിൽ പ്രൊവൈഡ് ചെയ്യാം. ഇനി ക്രോസ് കറന്റ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഡാമിലോട്ട് വരുന്ന ക്രോസ് കറന്റ്സിനെ തടയാൻ വേണ്ടി വി ഹാവ് ടു പ്രൊവൈഡ് ഡയഫ്രം വാൾസ് ഓഫ് സഫീഷ്യന്റ് ലെങ്ത് ആൻഡ് ഹൈറ്റ്. സഫീഷ്യന്റ് ലെങ്ത്തും ഹൈറ്റുമുള്ള ഡയഫ്രം വാൾസ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ ടോ ഇറോഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഡ്യൂ ടു
erosion by tailwater അല്ലെങ്കിൽ due to cross currents from spillway bucket or exit areas of outlet. അപ്പോൾ ടോ ഇറോഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ടെയിൽ വാട്ടർ കൊണ്ടുള്ള ഇറോഷൻ അല്ലെങ്കിൽ ഇറോഷൻ ഡ്യൂ ടു ക്രോസ് കറന്റ്സ് ഫ്രം സ്പിൽവേ ബക്കറ്റ് ഓർ ക്രോസ് കറന്റ്സ് കൊണ്ട് ഉണ്ടാകുന്ന ഇറോഷൻ. ഈ ക്രോസ് കറന്റ്സ് എവിടെയാണ് വരുന്നത്? സ്പിൽവേ ബക്കറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട്ലെറ്റിന്റെ എക്സിറ്റ് ഏരിയയിലൊക്കെയാണ് ഈ ക്രോസ് കറന്റ്സ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം? Avoid it by providing thick riprap downstream. പിന്നെ cross currents are checked by ക്രോസ് കറന്റ്സിനെ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ബൈ പ്രൊവൈഡിങ് ഡയഫ്രം വാൾസ്. ഫ്രം providing diaphragm walls. അപ്പോൾ ടോ ഇറോഷൻ എന്താണ്? ടോയിൽ ഉണ്ടാകുന്ന ഇറോഷനെയാണ് ടോ ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡാമിന്റെ ടോയിൽ ഇറോഷൻ ഉണ്ടാവാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ടെയിൽ വാട്ടർ കൊണ്ടുള്ള ഇറോഷനും പിന്നെ ഒന്ന് സ്പിൽവേ ബക്കറ്റ്സിലും ഔട്ട്ലെറ്റിന്റെ എക്സിറ്റ് ഏരിയസിലുമുള്ള ക്രോസ് കറന്റ്സ് കാരണം ഉണ്ടാകുന്ന ഇറോഷൻ. അപ്പൊ നമ്മൾ ഡൗൺ സ്ട്രീം സ്ലോപ്പില് ടെയിൽ വാട്ടറിനേക്കാളും അല്പം കൂടെ ഹൈറ്റില് തിക്ക് റിപ്രാപ്പ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. ഇനി ക്രോസ് കറന്റ്സിനെ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സഫിഷ്യന്റ് ലെങ്തും ഹൈറ്റുമുള്ള ഡയഫ്രം വാൾസ് പ്രൊവൈഡ് ചെയ്യണം. Now fourth hydraulic failure is gullying. Fourth hydraulic failure is gullying. Downstream slope may fail due to the formation of gullies by heavy downpour or wind. Wind അല്ലെങ്കിൽ heavy downpour കാരണം gullies form ചെയ്യും. അത് കാരണം downstream slopes fail ചെയ്യാം. So downstream slopes may fail due to gully formation by heavy downpour or wind. Heavy downpour or wind കാരണം ഗള്ളീസ് ഫോം ചെയ്യും. അത് ആ ഗള്ളീസ് ഫോം ചെയ്യുന്നത് കാരണം ഡൗൺ സ്ട്രീം സ്ലോപ്പ് ഫെയിൽ ചെയ്യാം. സോ ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഗള്ളിയും കൊണ്ടുള്ള ഫെയിലിയറിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ബേം, സ്റ്റർഫിംഗ് ആൻഡ് ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഡൗൺ സ്ട്രീം സൈഡ്. സോ ടു എലിമിനേറ്റ് ദിസ്, അതായത് ഫെയിലിയർ ഡ്യൂ ടു ഗള്ളിങ്ങിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡൗൺ സ്ട്രീം സൈഡില്
proper berms, turfing and good drainage system should be provided. Proper berms, turfing and good drainage system should be provided to downstream side. Heavy downpour അല്ലെങ്കിൽ വിൻഡ് കാരണം ഡൗൺസ്ട്രീം സ്ലോപ്പിൽ ഗള്ളീസ് ഫോം ചെയ്യും. ഗള്ളീസ് ഫോം ചെയ്യുന്ന കാരണം ഡൗൺസ്ട്രീം സ്ലോപ്പ് ഫെയിൽ ആവും. അപ്പൊ ഇത് ഉണ്ടാവാതിരിക്കാൻ, അതായത് ഗള്ളിയും കൊണ്ടുള്ള ഫെയിലിയറിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഡൗൺസ്ട്രീം സൈഡിൽ നമുക്ക് പ്രോപ്പർ ബേംസും ടർഫിങ്സും ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം. So these are the hydraulic failures which may occur in an earth dam. Hydraulic 35% of the total failure in 35% of failures of earth dam are due to hydraulic failures, and hydraulic failures are of 4 different kinds. First one overtopping, second one wave erosion, third one toe erosion, and fourth one gullying.